അമേരിക്കൻ സാമ്പത്തിക രംഗം ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അമേരിക്കൻ ജനത ആശങ്കയിലാണ്. തൊഴിൽ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ വിശദമായി പരിശോധിക്കുന്നത്. പുതിയ സർക്കാർ കണക്കുകൾ പ്രകാരം ഓഗസ്റ്റിൽ അമേരിക്കയിൽ വെറും 22,000 പുതിയ ജോലികൾ മാത്രമാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഇത് പ്രതീക്ഷിച്ചതിലും വളരെ കുറവാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 11 ലക്ഷത്തിലധികമായിരുന്നു. നിലവിൽ തൊഴിലില്ലായ്മ നിരക്ക് 4.3% ഉയർന്നു. 2017 സെപ്റ്റംബറിന് ശേഷം ഇതാദ്യമായാണ് ഇത്രയും വലിയൊരു നിരക്ക് രേഖപ്പെടുത്തുന്നത്. അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയുടെ പ്രധാന എഞ്ചിനായി കണക്കാക്കിയിരുന്ന തൊഴിൽ മേഖല ഇപ്പോൾ മന്ദഗതിയിലായിരിക്കുന്നു. വെൽസ് ഫാർഗോസയിലെ സാമ്പത്തിക വിദഗ്ധനായ സാറ ഹൗസ് പറയുന്നത്, ഈ മന്ദഗതി എല്ലാ വ്യവസായങ്ങളിലും ഒരുപോലെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്നൊരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കാനാവില്ല എന്നാണ്. ഓഹരി വിപണിയിലും ഇത് പ്രതിഫലിച്ചു. ഇതിനെല്ലാം കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ട്രംപിന്റെ സാമ്പത്തിക നയങ്ങളാണ്. ഇറക്കുമതി തീരുവകൾ പുതിയ നിയമങ്ങളെ തടസ്സപ്പെടുത്തുകയും വിലക്കയറ്റത്തിന് കാരണമാവുകയും ചെയ്യുന്നു. പുതിയ ജോബ് റിപ്പോർട്ട് പുറത്തുവന്നതോടെ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ പ്രതീക്ഷ. ഇത് സാമ്പത്തിക മേഖലയെ ഉണർത്താൻ സഹായിച്ചേക്കാം. എന്നാൽ ട്രംപിന്റെ താരിഫുകൾ കാരണം പണപ്പെരുപ്പം വീണ്ടും കൂടുമോ എന്ന ഭയം ഫെഡിന് ഇപ്പോഴുണ്ട്. ഈ പ്രതിസന്ധികൾക്കിടയിൽ മറ്റൊരു വിവാദവും ഉടലെടുത്തു. ജോബ് റിപ്പോർട്ട് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ട്രംപ് BLS മേധാവിയായിരുന്ന എറിക്ക മക്എൻഡാർഫറെ പുറത്താക്കി. ഇത് രാഷ്ട്രീയ ഇടപെടലാണെന്ന് വിദഗ്ധർ ആരോപിച്ചു. EJ ആന്റണി എന്ന പുതിയ BLS മേധാവിയെ നിയമിക്കാൻ പോകുന്നുവെന്ന ട്രംപിന്റെ പ്രഖ്യാപനവും വിവാദങ്ങൾക്ക് കാരണമായി. പ്രതിമാസ ജോബ് റിപ്പോർട്ടുകൾ താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് ആന്റണി മുമ്പ് പറഞ്ഞിരുന്നു. തൊഴിൽ മേഖലയിലെ ഈ മോശം പ്രവണതകൾക്ക് കാരണം ട്രംപിന്റെ നയങ്ങളാണെന്ന് വിദഗ്ധർ പറയുന്നു. പല കമ്പനികളും പുതിയ നിയമനങ്ങൾ നിർത്തിവെച്ചു. ജന്മനാട്ടിൽ ജനിച്ച അമേരിക്കക്കാർക്ക് തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നുണ്ടെന്ന ട്രംപ് ഭരണകൂടത്തിന്റെ വാദങ്ങളെയും സാമ്പത്തിക വിദഗ്ധർ തള്ളിപ്പറയുന്നു. പുതിയ ജോബ് റിപ്പോർട്ടിന് മുന്നോടിയായി മറ്റു ചില സൂചനകളും പുറത്തു വന്നിരുന്നു. ഓഗസ്റ്റിൽ നിയമന നിരക്കുകളിലും പിരിച്ചുവിടൽ നിരക്കുകളിലും കാര്യമായ മാറ്റമില്ലെന്ന് BLS റിപ്പോർട്ട് ചെയ്തു. ജൂലൈയിൽ തൊഴിലവസരങ്ങൾ 10 മാസത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. സ്വകാര്യ പേറോൾ ദാതാവായ ADP റിപ്പോർട്ട് അനുസരിച്ച് ഓഗസ്റ്റിൽ 54,000 ജോലികൾ മാത്രമാണ് കൂട്ടിച്ചേർത്തത്. ഇത് പ്രതീക്ഷിച്ചതിലും കുറവാണ്. ചലഞ്ചർ, ഗ്രേ ആൻഡ് ക്രിസ്മസ് കൺസൾട്ടൻസി പറയുന്നതനുസരിച്ച് കഴിഞ്ഞ മാസം പിരിച്ചുവിടൽ 39% വർദ്ധിച്ചു. തൊഴിലുടമകൾ ഓഗസ്റ്റിൽ 1494 ജോലികൾ ചേർക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ട്. 2009 ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. ട്രംപിന്റെ താരിഫുകൾ കാരണം പല കമ്പനികളും പുതിയ നിയമനങ്ങൾ നിർത്തിവെച്ചു. കടകൾ അടച്ചുപൂട്ടുന്നതും പാപ്പരാകുന്നതും ഇതിന് കാരണമാണ്. സാധാരണയായി സെപ്റ്റംബറിലാണ് വലിയ സീസണിൽ നിയമനങ്ങൾ നടക്കുന്നത്. ഇത് അവധിക്കാല സീസണിൽ എങ്ങനെയായിരിക്കുമെന്ന് സൂചിപ്പിക്കുന്നു. നിയമനം കുറഞ്ഞ ഈ ഓഗസ്റ്റ് ഒരു മോശം സൂചനയാണെന്നാണ് ചലഞ്ചർ പറഞ്ഞത്. ജന്മനാട്ടിൽ ജനിച്ച അമേരിക്കക്കാർക്ക് തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നുണ്ടെന്നാണ് ട്രംപ് ഭരണകൂടം അവകാശപ്പെടുന്നത്. എന്നാൽ ഇത് സ്ഥിതിവിവരക്കണക്കുകൾ വെച്ച് തെളിയിക്കാൻ കഴിയില്ലെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. ഓഗസ്റ്റിൽ ജന്മനാട്ടിൽ ജനിച്ച അമേരിക്കക്കാരുടെ തൊഴിലില്ലായ്മ നിരക്ക് 4.6% ഇത് കഴിഞ്ഞ 8 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. ട്രംപിന്റെ കുടിയേറ്റ നയങ്ങൾ US പൗരന്മാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് വാദിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത് തെറ്റാണ്. BLS നടത്തിയ സർവേയിൽ നിന്നുള്ള വിവരങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചാണ് അവർ ഇത് പറയുന്നത് എന്നാണ് ഇക്കണോമിക് പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സാമ്പത്തിക വിദഗ്ധൻ ബെൻ സിപ്പറർ പറയുന്നത്. അമേരിക്കൻ സാമ്പത്തിക രംഗം ഒരു വഴിത്തിരിവിലാണ്. ഈ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കുമെന്ന് കണ്ടറിയണം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.